എന്റെ പൊന്നപ്പുവാമേ, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വഴി പൊള്ളാച്ചി വഴി ഒന്ന് കറങ്ങി. എന്താ സ്ഥലം! നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. നിങ്ങളുടെ പഴയ രമണീയല്ല, രമണീയം. അതെയോ? വെറുതെ അല്ല പൊള്ളാച്ചി കണ്ടവൻ അച്ചി വേണ്ടെന്ന് പറയുന്നത്. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ടെന്നാ ഞാൻ കേട്ടത്. അത് പണ്ട്. ഇങ്ങോട്ട് നോക്കി, ഇത്തിരി അകത്തേക്ക് പറഞ്ഞ ആ ഒരു സ്ഥലം കണ്ടു. നല്ല പൊന്നു വിളയുന്ന ഭൂമി. വിട്ട് കളയാൻ തോന്നിയില്ല. അപ്പൊ തന്നെ ടോക്കൺ കൊടുത്തു. 30 ഏക്കർ. 30 ഏക്കറോ? 30 ഏക്കർ എന്ന് പറയുമ്പോ ഞെട്ടണ്ട. ഇവിടത്തെ വിലയില്ല അവിടെ. ഏക്കറിന് 5 ലക്ഷം വെച്ച് പറഞ്ഞു. ദൈവമേ, 5 ലക്ഷോ? ഞാനാരാ മോൻ? 3 ലക്ഷത്തിന് അങ്ങ് ഉറപ്പിച്ചു. 30 ഗുണം 3. എന്റെ വലിയാവ് ഭഗവതി, 90 ലക്ഷം. ഗോവിന്ദ, ചുമ്മാ അങ്ങ് മറിച്ചു വിട്ടാൽ ഏക്കറിന് 5 വെച്ച് കൈ കിട്ടും. പക്ഷെ ഞാനത് ചെയ്യും. ലാഭം കിട്ടുന്ന ബിസിനസ് ഒന്നും നീ ചെയ്യില്ലല്ലോ. ആ സ്ഥലം വിൽക്കാതെ തന്നെ മുതലും പലിശ ഉണ്ടാക്കാവുന്ന ഒരു ബിസിനസ് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. വാഴകൃഷി. വാഴകൃഷിയോ? ഈ ലോകത്ത് ഏറ്റവും ലാഭം കൊയ്യുന്ന ബിസിനസ് വാഴകൃഷിയാണെന്ന് പറഞ്ഞാൽ അപ്പുമാമ വിശ്വസിക്കും? ഇല്ല. എന്നാലാണ് ലക്ഷ്മി പറഞ്ഞപ്പോൾ എനിക്ക് അതിനെപ്പറ്റി വിശ്വാസമായി. ഇതും ലക്ഷ്മിയുടെ ബുദ്ധിയാ? ആഹാ, ഒരു മജിസ്ട്രേറ്റിന്റെ മകനാ ലക്ഷ്മി. ലക്ഷ്മിയുടെ ബുദ്ധി മാത്രം അളക്കരുത്. അതിൽ അളക്കാൻ വല്ലതും വേണ്ടേ? ഓ, എന്നെ അങ്ങ് കൊല്ല്. ഈ ലക്ഷ്മി 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 ഇന്നേ വരെ അവന്റെ വാക്ക് കേട്ടിട്ട് നീ എന്തെങ്കിലും നേടിയിട്ടുണ്ടോ? 100 ആയസ ലക്ഷ്മി തീലോ. എന്ത് രസാടാ വാഴ ഇങ്ങനെ തഴച്ചു വളർന്ന് നിൽക്കുന്ന കാണാൻ. അപ്പൊ കൊലച്ചു കഴിഞ്ഞാലോ? എന്തായാലും കണ്ടു കിട്ടാതിരിക്കാൻ ഒരു കോലം വെക്കണം. നിനക്ക് ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റും? എനിക്ക് കോടതി പോണം. എന്നാ പിന്നെ കോലം വെക്കും. ഈ വാഴയിലൊക്കെ ഉണ്ണാൻ എന്താ ഒരു രുചി. അതെ അതെ, ഞാൻ മോസ്തുതി പറയല്ല. ലക്ഷ്മിയെ പോലെ ഇത്രയും ബിസിനസ് മൈൻഡുള്ള ആളെ ഞാൻ എന്റെ ലൈഫിൽ കണ്ടു. കേട്ടോ മാവാ, തൊട്ടടുത്തിരുത്തിക്കൊണ്ട് പറയല്ല, ഇതുപോലെ സെൽഫ് കോൺഫിഡൻസ് ഉള്ള ഒരു ബിസിനസ്മാനെ ഞാൻ എന്റെ ജീവിതത്തിലും കണ്ടിട്ടില്ല. അല്ലേടാ ലക്ഷ്മി? നിന്റെ ബുദ്ധിയും എന്റെ പ്രയത്നം കൂടെ ആയപ്പോ നമ്മുടെ ഭാരതത്തോട്ടം ഫലഭൂഷ്ടായത് കണ്ടില്ലേ? दरवाजा क्यों बंद किया? अरे क्या जी, खोलो ना, इधर आओ ना, हुक डालो ना, जल्दी आओ ना, हुक डालो ना, हुक डालो ना. ഭാര്യ മരിച്ച പിന്നെ ഞാൻ ഹുക്ക് ഇട്ടിട്ടുമില്ല, ഊരിയിട്ടുമില്ല.
മോളെ വല്യമ്മാമയുടെ എന്റെ ഓപ്പോളിന്റെയും പേരിലുള്ള വടക്കേടത്ത് കുടുംബത്തിലെ സകലവിധ സ്വത്തുക്കളും ഇനി മോടെ പേരില. ഈ സ്വത്തുക്കള് തലമുറകളായി നിലനിൽക്കണം. पापा मामा हाँ? ये आपने क्या किया? हाँ? मुझे सिर्फ आपका प्यार ओ, और आपका आशीर्वाद चाहिए. ഓ, 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 धन्यवाद. ആയിക്കോട്ടെ. എന്താ ബാലകൃഷ്ണ? മായ